വീട്ടിലിരിക്കുമ്പോ ഒരു കീറിപ്പറിഞ്ഞ ഒരു നൈറ്റി, പുക പിടിച്ചൊരു നൈറ്റി ചുടിഞ്ഞൊരു ഇസ്തിരിട്ടൊരു കാലങ്ങളായിട്ടുണ്ടാവും. മീന് മുറിച്ചാ പറിച്ചാണ് പിന്നെ മീനിന്റെ സ്മെല്ലുണ്ടാവുന്നത്. വീട്ടിലിങ്ങനെയൊക്കെ മതി. പുറത്തിറങ്ങാന്ന് പറയാം, കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാലോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലോ പിന്നെ നിങ്ങൾ നിൽക്കണേ, ഞാനൊന്ന് ഒരുങ്ങട്ടെ. പാവം ഭർത്താവ് 5 മിനിറ്റ് പ്രതീക്ഷിച്ച് കാത്തിരിക്കും, അരമണിക്കൂർ കുളിക്കാൻ, അരമണിക്കൂർ ഡ്രസ്സ് ചെയ്യാൻ, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ മുഖം മിനിക്കാൻ വേണ്ടിയിട്ട് വേറെ അരമണിക്കൂർ, ഫൗണ്ടേഷൻ വേറെ, ഫെയർലോലി വേറെ, പൗഡർ വേറെ, ഐലൈനർ വേറെ, ലിപ്സ്റ്റിക് വേറെ. ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ എന്തിനാണ് പെണ്ണിന് ഇതൊക്കെ ചെയ്യുന്നത്? ആരെ കാണിക്കാനാ? നിന്റെ സൗന്ദര്യം കാണിക്കുന്നത് ഭർത്താവിന്റെ മുമ്പിലല്ലേ? പിന്നെ എന്തിനിത്? ആർക്ക് വേണ്ടി? അതാണ് അറിയാത്തത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ മുഖമൊക്കെ മറച്ച് നടന്നൂടെ? കല്യാണം കഴിഞ്ഞതിന് മുമ്പേ നടക്കണം, കല്യാണം കഴിഞ്ഞാൽ മാത്രമല്ല. മുഖമൊക്കെ മറച്ച് ഹിജാബ് ധരിച്ച് മുഖം മറച്ച് നടന്നാൽ ഈ പൗഡറിന്റെ ചെലവുണ്ടോ? ഈ ഫൗണ്ടേഷന്റെ ചെലവുണ്ടോ? ഈ ഐലൈനറുടെ ചെലവുണ്ടോ? ഇതൊന്നും ചെലവില്ലല്ലോ. മുഖം മറച്ച് പിന്നെ കണ്ണ് മാത്രം കാണിച്ച് മുഖം മറച്ച് നടന്നാൽ നിന്നെ ആരും ശ്രദ്ധിക്കൂല, നിനക്കൊരാളും നമ്പർ തരൂല, നിനക്കൊരാളും നിന്റെ പിന്നാലെ ഫോളോ ചെയ്യൂല, നിന്നെ ഒരാളും പീഡിപ്പിക്കാനും വരൂല. നീ നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്ക്. രാത്രി കിടന്നുറങ്ങാൻ വരുമ്പോ ഒന്ന് വുളൂ ചെയ്യുക, സുന്നത്താണ് വുളൂ ചെയ്യുക. വുളൂ ചെയ്തു പല്ല് തേച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് തേക്കും. ആ ഒരു അറാക്ക് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയണയുടെ താഴെ വെക്കും, തലയണയുടെ താഴെ വെക്കും. എന്നിട്ട് രാവിലെ എണീറ്റാലേ ഭാര്യ ഇവിടെ ഫാത്തിമ കട്ടൻ ചായ എടുക്കുന്നല്ല പറയാ, ഉമ്മുകുൽസോ ചൂടുവെള്ളം കൊണ്ടുവരാന്നല്ല പറയാ. രാവിലെ എണീച്ചാലേ തലയണയുടെ അടിയിൽ നിന്ന് അറാക്കെടുക്കും, എന്നിട്ട് പല്ല് തേക്കും. എന്നിട്ട് തന്റെ ഭാര്യ പത്നി ആയിഷയുടെ കയ്യിൽ കൊടുക്കും. ആയിഷ ഇത് കഴുകി വെക്കും. ആയിഷ ബിബി കഴുകുന്നതിന് മുമ്പ് ആ ഒരു അറാക്കെടുത്തിട്ട് തന്റെ പല്ലും കൂടി തേക്കും. നമ്മളോ എങ്ങാനും ബാത്റൂമിൽ ചെന്നിട്ട് കരണ്ട് പോയി ഒരു ബ്രഷ് എടുത്തു, പേസ്റ്റ് ഇട്ട്, അപ്പോഴാണ് കരണ്ട് ഒന്ന്, പഠിച്ചോനെ ഇത് ഭർത്താവിന്റെ ബ്രഷാണല്ലോ, പഠിച്ചോനെ ഇതിനിപ്പോ എന്താ ചെയ്യാ, തുടച്ചു പോയാ പിന്നെ ഛർദിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾക്കിടയിലുള്ളത്. കരണ്ട് വന്നപ്പോഴാണ് ഭർത്താവിന്റെ ബ്രഷാണെന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ആവാൻ പാടില്ല. ഭാര്യ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബ് കഴുകാൻ കൊടുത്താല് ആ അറാക്ക് കൊണ്ട് തന്റെ പല്ലും തേച്ച് എന്നിട്ട് കഴുകി വെക്കുന്ന. അപ്പൊ ഏറ്റവും ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ ബന്ധമുണ്ടാവാൻ ഏറ്റവും വിലപ്പെട്ടത് വൃത്തിയാണ്. ക്ലീനിങ്, ബെഡ്റൂം ക്ലീനിങ് ഉണ്ടാവുക, വൃത്തിയുണ്ടാവുക, വസ്ത്രങ്ങൾ വൃത്തിയുണ്ടാവുക, ശരീരങ്ങൾ വൃത്തിയുണ്ടാവുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് എവിടെയെങ്കിലും യാത്ര ചെയ്ത് തിരിച്ചു വന്നാൽ നേരെ വീട്ടിലേക്കല്ല കയറിപ്പോകുന്നത്. ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്, ഗൾഫിലിരിക്കുന്ന പ്രവാസികളായ ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്. ഭാര്യ അറിയിക്കാതെ രഹസ്യമായി വീട്ടിലേക്ക് വരുന്നൊരു സ്വഭാവം. അത് നല്ലതല്ല, നല്ലതല്ല. നിങ്ങൾ ഭാര്യമാരോട് വിളിച്ചു പറയണം, എന്നാൽ ഇന്ന സമയത്ത് ഞാൻ വരുമെന്ന്. അപ്പോഴേക്കും ഭാര്യയ്ക്കൊന്ന് കുളിച്ച് വൃത്തിയായി ശരീരം വൃത്തിയാക്കി നല്ല സുഗന്ധം പൂശി പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേര വദനയായി ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റും. അപ്പോഴാണ് ഭർത്താവ് കോളിംഗ് ബെല്ലടിക്കുന്നത്. സുന്ദരിയായി പുഞ്ചിരിച്ചിരിക്കുന്ന സുഗന്ധം പൂശിയ ഭാര്യ കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നും. അല്ലത്തി തസുറുഹു ഇദാ നളർ, നീ നോക്കുമ്പോൾ നിനക്ക് സന്തോഷം വേണം. ഭാര്യ കാണുമ്പോ മാഷാ അല്ലാഹ് എന്തോ ഒരു സൗന്ദര്യം, മനസ്സിന് റാഹത്തായി. ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? നീ വിളിച്ചിട്ട് പറയണം, ഞാൻ ഇന്നാലെന്ന സമയത്ത് എത്തുമെന്ന്. നീ ഒരു സർപ്രൈസ് ആക്കല്ലേ. പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്ക, പാവം എന്തോ ഉറങ്ങിയിട്ട് കണ്ണൊക്കെ പീളൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല്. പഠിച്ചോനെ നിനക്കും വെറുപ്പായി, പഠിച്ചോൻ ഇവളെന്താ ഇങ്ങനെ ഈ ഒരു കോലത്തില്. അതിനവസരം ഉണ്ടാക്കണ്ട. നിമിത്തങ്ങൾ എവിടെ പോയാലും ആദ്യം ഭാര്യമാര് കാണുന്ന രീതിയിൽ പള്ളിയിൽ കയറും. നിമിത്തങ്ങൾ പള്ളിയിൽ കയറിയ ഭാര്യമാർക്കറിയും അവരൊക്കെ കുടിച്ച് ഫ്രഷായി അള്ളാഹുവിന്റെ ഹബീബും പള്ളിയിൽ നിന്ന് ഉളുവൊക്കെ ചെയ്തു മുഖവും ശരീരമൊക്കെ മിനുക്കി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് വീട്ടിൽ പോയി. എന്തിന്? ഇത് ഭാര്യമാർക്ക് ഒരുങ്ങാൻ സമയം കൊടുക്കാൻ, ശരീരം വൃത്തിയാക്കാൻ സമയം കൊടുക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ സമയം കൊടുക്കാൻ. അപ്പൊ ഭാര്യമാരോട് പറയാം, അവർക്ക് സാവകാശം കൊടുക്കുക. അവർ നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സുഗന്ധവും ക്ലീനിങ്ങും വൃത്തിയും ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന കാര്യമാണ്. ദാമ്പത്യ വിജയത്തിന്റെ അടിസ്ഥാന കാര്യമാണത്. സുഗന്ധം പൂശ മുറിയിൽ, റൂമിൽ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം പൂശുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ മർഅതു ഇദാ ഇസ്തഅതറത്, ഒരു പെണ്ണ്
ഒരു പെണ്ണ് സുഗന്ധം പൂശി പുറത്തിറങ്ങി, ആളുകൾ എന്നെ കാണട്ടെ, ആളുകൾ എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന രീതിയിൽ ആളുകൾക്കിടയിൽ സുഗന്ധം പൂശി ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അവൾ വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരിമാരെ, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മനോഹരമായ യൂണിഫോമുകളിൽ ഇസ്ത്രീയിട്ട് സുഗന്ധം പൂശി എന്റെ ക്ലാസ്മേറ്റുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്ന വഴിയിലുള്ള പൂവാലന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്ന ബസ്സിലെയും ഓട്ടോയിലെയും വാഹനങ്ങളിലെയും ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി സുഗന്ധം പൂശി നീ പുറത്തിറങ്ങിയാൽ നിനക്ക് അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ സർട്ടിഫിക്കറ്റ് എന്താ? നീ വ്യഭിചാരിയാണ് എന്നതാണ്. വ്യഭിചാരിയാണ്. ആളുകൾ കാണാൻ വേണ്ടി ശരീരം ഭംഗിയാക്കുന്നവൾ വ്യഭിചാരിയാണ്. എന്തേ ഇതുകൊണ്ടുള്ള കുഴപ്പം? നീ മനോഹാര്യമായി വളരെ ഭംഗിയോടെ പുറത്തിറങ്ങുമ്പോ അവിടെയുള്ള ചെറുപ്പക്കാരന് നിന്നോട് താല്പര്യം തോന്നും. അവൻ നിന്നെ നോക്കും, അത് ഹറാമാണ്. അവന്റെ നോട്ടത്തിന് കാരണം നീയാണ്. മുഖം മറക്കാതെ ശരീരം ഭംഗിയാക്കി നടന്നത് നീയാണ്. അതുകൊണ്ട് മുഖം മറിച്ച് നടന്നേക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, എന്താണ് ഉസ്താദ്, നമുക്ക് പുറത്തിറങ്ങാൻ അവകാശമില്ലേ? ഉണ്ട്, ഇല്ല എന്നല്ല. നിങ്ങൾ പുറത്തിറങ്ങിക്കോ, മുഖമൊക്കെ മറച്ച് അമൃത്ത് മറച്ച് പുറത്തിറങ്ങിക്കോ. അപ്പൊ ആളുകൾ ഇനി കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ ആളുകളെ കാണിച്ചു കൊടുക്കുന്നത്? പിന്നെ ഭർത്താവിന് കാണിച്ചു കൊടുക്കുക സൗന്ദര്യമൊക്കെ. അപ്പൊ നല്ല വൃത്തി അത് ഏറ്റവും വലിയ മൂലഘടകമാണ്. ബെഡ്റൂം വൃത്തി ഉണ്ടാവുക, ബാത്റൂം വൃത്തി ഉണ്ടാവുക, വീട് വൃത്തി ഉണ്ടാവുക, വസ്ത്രങ്ങൾ വൃത്തി ഉണ്ടാവുക. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ വുളൂ ചെയ്ത് കടന്നു വന്നു, പല്ല് തേച്ച് കടന്നു വന്നു. പല്ല് തേക്കാതെ ഉള്ളിയൊക്കെ തിന്നിട്ടേ പല്ല് തേക്കാതെ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങാനുള്ള അവസ്ഥ എന്തായിരിക്കും? ഭാര്യ എന്തെങ്കിലും ചോദിക്കും, നിങ്ങൾ എന്തിനാവരെ പോയിട്ട് വരുമ്പോ വൈകിയല്ല പഠിച്ചോനെ. പിന്നെ ഭർത്താവ് അങ്ങോട്ട് നോക്കുവോ? ഭർത്താവ് പല്ല് തേക്കാതെ വന്നിട്ട് മത്തിക്കറിയാണ് കൂട്ടിയെന്ന് കരുതിയേക്ക് മത്തിക്കറിയും കൂട്ടിയിട്ട് ഭാര്യ വന്നു. എന്നിട്ട് ഭർത്താവിനോട് സംസാരിക്കും, നിങ്ങൾ എന്താ ഇന്ന് വൈകുന്നേരം വരെയും വൈകിപ്പോയത്? പിന്നെ ഭർത്താവ് അങ്ങോട്ട് തിരിയില്ല, നേരെ തലതിരിച്ച് ഉത്തരം പറയും. തലതിരിച്ചിട്ടാ ഉത്തരം പറയാ. അങ്ങനെ ഒരവസ്ഥകൾ ഉണ്ടാക്കരുത്. നിങ്ങൾ പല്ല് തേച്ചിട്ട് ഉറങ്ങാൻ പോയി, ഉറങ്ങുന്ന സമയത്ത് പല്ല് തേക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. രണ്ടുപേരും പല്ല് തേക്കുക, രണ്ടുപേരും മുന്നോട്ട്. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അല്ലാഹുവേ പിശാചിനെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റണേ എന്നുള്ളൊരു ദുആ. വജന്നിബി ശൈത്താന മാ റസഖതനാ, ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന മക്കളിൽ നിന്നും പിശാചിനെ അകറ്റണേ എന്ന് ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു. ഈ ദിക്ർ ചൊല്ലി ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ഇതിൽ നിന്നൊരു കൺമണി ഉണ്ടായാൽ, ഇതിൽ നിന്നൊരു കുറുന്നുണ്ടായാൽ, ഇതിൽ നിന്നൊരു മകനുണ്ടായാൽ ആ മകന് പിശാചിന്റെ ബാധയുണ്ടാവൂല. ആ മകന് ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന മക്കളെ വഴികേടിലേക്ക് നയിക്കുന്ന, വഴിപിഴപ്പിക്കുന്ന പിശാചിന്റെ ബാധ, പിശാചിന്റെ സ്പർശനം ഉണ്ടാകൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരായി കല്യാണ ദിവസം ഫോൺ വിളിക്കാൻ നിൽക്കണ്ട, ഇപ്പോൾ തന്നെ പഠിച്ചേക്ക്. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖതനാ, നീ നൽകാൻ പോകുന്ന മക്കളിലും ഞങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റണേ എന്നതാണ് അതിന്റെ ദുആ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു ദുആ ചെയ്തിട്ട് ബന്ധപ്പെട്ട മക്കൾ വഴിപിഴക്കൂല ഇൻഷാ അല്ലാഹ്. എന്തേ? കുല്ലു ശൈഇൻ ദീ ബാലിൻ, ഈ ഒരു ഹദീസ് മതി. കുല്ലു ശൈഇൻ ദീ ബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാത്ത എല്ലാ വസ്തുക്കളും ഫഹുവ അബ്തറു, അത് ബർക്കത്തില്ലാത്ത വസ്തുക്കളാണ്. ബിസ്മി ചൊല്ലാതെ മുറിയിൽ കയറി ബിസ്മി ചൊല്ലാതെ ബന്ധപ്പെടാത്ത ബന്ധങ്ങൾ, അതിൽ നിന്ന് മക്കളുണ്ടായാൽ ഫഹുവ അബ്തറു, ആ മക്കൾ എന്താണ്? ബർക്കത്തില്ലാത്ത മക്കളാണ്. കുല്ലു ശൈഇൻ ദീ ബാലിൻ, എല്ലാ നല്ല കാര്യങ്ങളും ലം യുബ്ദഅ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാത്ത എല്ലാ നല്ല കാര്യങ്ങളും ഫഹുവ അബ്തറു, അതിൽ ബർക്കത്തില്ല, ബർക്കത്ത് മുറിഞ്ഞു പോയതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആലോചിക്ക്, മക്കള് വഴിപിഴച്ചു പോയി, ഞാൻ ബിസ്മി ചെല്ലാറുണ്ടോ, ഞാൻ ദിക്ർ ചെല്ലാറുണ്ടോ, ഒതു കൊടുത്തിട്ടാണോ വരുന്നത് എന്നൊക്കെ ആലോചിക്കാം. എന്നിട്ട് ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ ഇന്നു മുതൽ നമ്മൾ തുടങ്ങാം.